ഡിജിറ്റൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളിഡ് വർക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഡയമണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നോക്കാം. ഇതാണ് ഞാൻ നേരത്തെ ക്രിയേറ്റ് വെച്ച ഡയമണ്ട്. ഇതെങ്ങനെ റീക്രിയേറ്റ് ചെയ്യാം നോക്കാം. അതിന് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പാർട്ട് ന്യൂ, ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യാം. നോർമൽ ടു സ്കെച്ച്, പോളിഗൺ ചൂസ് ചെയ്യാം. 16 നമ്പർ സെൻറ്റർ പോയിന്റ് വെച്ചിട്ട് ആംഗിളിൽ അല്ലേ സെലക്ട്. നിങ്ങൾക്ക് സ്മാർട്ട് ഡയമെൻഷൻ എടുത്തിട്ട് എൻഡ് ടു ഡിസെൻഡ്. mm. ഓക്കെ, എക്സിറ്റ് കൊടുത്തിട്ട് എക്സ്ട്രൂഡ് റിവേഴ്സ് ഡയറക്ഷനിൽ 4.3 mm ആംഗിളിൽ 49 ഡിഗ്രി. ഓക്കെ, ഇത് ഏകദേശം ഡൗൺ സൈഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് ലൈൻ സ്കെച്ച്, കൺവേർട്ട് എൻറ്റിറ്റി, ഈ ടോപ്പിലുള്ള എല്ലാം ഡ്രോയിങ് ആയിട്ട് മാറിയിട്ട് 2D സ്കെച്ച് ആയിട്ട് മാറിയിട്ട് എക്സിറ്റ് എക്സ്ട്രൂഡ് ബ്ലൈൻഡിൽ 0.25 mm. ഓക്കെ, അഗൈൻ ഇതേ സെയിം പേഴ്സൺ സെലക്ട് ചെയ്യാം. സ്കെച്ച്, കൺവേർട്ട് എൻറ്റിറ്റി, എക്സിറ്റ് എക്സ്ട്രൂഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുന്നത് 1.5 ഡിഗ്രി, ഡിസ്റ്റൻസ് വന്നിട്ട് 1.5 mm, ആംഗിൾ 40 ഡിഗ്രി. ഓക്കെ, ഏകദേശം ഡയമണ്ട് ഷേപ്പ് കിട്ടിയിട്ട് ഇനിയുണ്ട്. ഇനി ഈ ഫേസ് സ്കെച്ച്, ലൈൻ ചൂസ് ചെയ്തിട്ട് ടെമ്പററി ലൈൻ, കൺസ്ട്രക്ഷൻ ലൈൻ, എക്സിറ്റ് സെയിം ഇപ്പുറത്തെ സ്കെച്ച്. ഈ എൻഡ് പോയിന്റ് ലൈൻ ചൂസ് ചെയ്യാം. എൻഡ് പോയിന്റ് കൺസ്ട്രക്ഷൻ, ഫോർ കൺസ്ട്രക്ഷൻ, എക്സിറ്റ്. നമുക്ക് ടോപ്പ് ലൈൻ സെലക്ട് ചെയ്യാം. സ്കെച്ച്, ഈ എൻഡ് കണക്ട് ചെയ്യാം. ഈ എൻഡ് കൺസ്ട്രക്ഷൻ, എക്സിറ്റ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ രണ്ട് ലൈനിന്റെ ഇടയിൽ ഒരു പ്ലെയിൻ നിർമ്മിക്കും. പ്ലെയിൻ ഈ രണ്ട് ലൈനും ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് കടന്നു പോകുന്ന ഒരു പ്ലെയിൻ സെലക്ട് ആയിട്ട് ഓക്കെ കൊടുക്കാം. എന്നിട്ട് ആ പ്ലെയിനിൽ സ്കെച്ച്, ഈ 3 ലൈനും ചൂസ് ചെയ്യാം. എന്നിട്ട് കൺവേർട്ട് എൻറ്റിറ്റി, ഇപ്പോൾ ഡ്രോയിങ് ആയിട്ട് മാറിയിട്ട് സ്കെച്ചായി മാറിയിട്ട് എക്സിറ്റ് കൊടുത്തിട്ട് ഫീച്ചേഴ്സ്, എക്സ്ട്രൂഡ്, കട്ട്, റിവേഴ്സ് ഡയറക്ഷൻ കൊടുക്കാം. ഓക്കെ, ഇനി പ്ലെയിൻ നമുക്ക് ഹൈഡ് ചെയ്ത് വിടാം. അത് നമുക്ക് ഇനി ആവശ്യമില്ല. അപ്പോൾ ഈ ട്രയാങ്കിൾ നമുക്ക് എല്ലാവരും ചുറ്റുമില്ല, എല്ലാവരുടെയും വേണം. ഈ സ്കെച്ച് നമുക്കൊന്ന് ഹൈഡ് ചെയ്ത് വിടാം. ഹൈഡ്. ഓക്കെ, ഈ ട്രയാങ്കിൾ ചുറ്റുമാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഫ്രണ്ട് പ്ലെയിൻ, റൈറ്റ് പ്ലെയിൻ ചൂസ് ചെയ്തിട്ട് നേരെ ആക്സിസ് കൊടുക്കാം. ഇപ്പം ആക്സിസ് അത് വെച്ചിട്ട് ഒരു ആക്സിസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി പാറ്റേൺ ചൂസ് ചെയ്യാം. സർക്കുലർ പാറ്റേൺ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ചുറ്റും 8 നമ്പേഴ്സ് വേണം. 8 നമ്പേഴ്സ്. ഓക്കെ, നമുക്ക് ഇനി ആക്സിസ് ആവശ്യമില്ല. ആക്സിസ് നമുക്ക് ഹൈഡ് ചെയ്ത് വിടാം. ഇനി ഇതിപ്പോൾ പോളിഗൺ ആണ്, അത് മാറ്റിയിട്ട് സർക്കുലർ ആക്കണം. ടോപ്പ് ലൈൻ സ്കെച്ച്, നോർമൽ ടു സ്കെച്ച്, സർക്കിൾ ചൂസ് ചെയ്യാം. സ്മാർട്ട് ഡയമെൻഷൻ 6 mm. ഓക്കെ കൊടുക്കാം. എക്സിറ്റ് കൊടുത്തിട്ട് എക്സ്ട്രൂഡ് കട്ട്, റിവേഴ്സ് ഡയറക്ഷനിൽ mid plane
ഓക്കെ കൊടുക്കാം. ഫ്ലിപ്പ് സൈഡ് കട്ട് കൊടുക്കണം കേട്ടോ. മിഡ് പ്ലെയിൻ ഓക്കെ കൊടുക്കാം. സർക്കുലർ ഷേപ്പിൽ ഒരു ഡയമണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മെറ്റീരിയൽ ആഡ് ചെയ്ത് കൊടുക്കണം. നേരെ ഓർഗാനിക് എടുക്കാം. അപ്പിയറൻസ് ഓർഗാനിക് ജെം സ്റ്റോൺ എടുക്കാം. അതിൽ നമുക്ക് ഡയമണ്ട് കിട്ടും. ഡയമണ്ട് എടുക്കാം. അത് നമുക്ക് ഡയമണ്ട് ആയിട്ടുണ്ട്. ഇതിന്റെ നമുക്ക് വ്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പ്ലെയിൻ കണ്ടോ, വ്യൂ ആയിട്ടുണ്ട് ഡയമണ്ട്. നമുക്ക് 3D മോഷൻ സ്റ്റഡി കൊടുക്കാം. മോഷൻ സ്റ്റഡിയിൽ ഹൊറിസോണ്ടൽ വിസാർഡ് വ്യൂ. ഇതാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഡയമണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.